അപ്പോഴേ ഞാൻ ചാലിയത്താട്ടോ, ചാലിയത്ത് 19 വാഹനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുകയാണ്. അപ്പൊ എന്താന്നുള്ളത് നമുക്ക് സാറിനോട് ചോദിക്കാം. സാറ് ഞാൻ ഫിഷറീസിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്, അനീഷ് എന്നാണ്. നമ്മള് കേരള സംസ്ഥാന സർക്കാർ ഫിഷറീസ് വകുപ്പ് PMMSY പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മള് കേരളത്തിലെ 9 തീരദേശ മത്സ്യഗ്രാമങ്ങളെ ആധുനിക തീരദേശ മത്സ്യഗ്രാമങ്ങളായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മളെ ഗവൺമെന്റിന്റെയും നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് അവരുടെ ഒരു പരിശ്രമം കൂടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു ചാലിയം മത്സ്യഗ്രാമത്തെ ആധുനിക മത്സ്യഗ്രാമമായിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 7,34,00,000 രൂപയുടെ പദ്ധതിയാണ് ഇവിടെ വരുന്നത്. അതിലെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളുടെ ഒരു വിതരണ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് ഈ മത്സ്യം വിപണനത്തിന് വേണ്ടിയിട്ട് 1,50,000 രൂപ ഒരു യൂണിറ്റിന് വരുന്ന ഒരു 50 സ്കൂട്ടറുകളും, അതോടൊപ്പം തന്നെ നമ്മുടെ മത്സ്യ വിപണനത്തിന് വേണ്ടി 100 ഐസ് ബോക്സുകളും വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇതോടൊപ്പം തന്നെ ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്ററിനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പദ്ധതികളുണ്ട്. അതുപോലെ ഫുഡ് ട്രക്കുകൾ, ഈ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ടവർക്ക് തന്നെ അവരുടെ ഈ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഭക്ഷ്യവിഭവങ്ങൾ വിപണനം ചെയ്യാനുള്ള ഫുഡ് ട്രക്കുകളുണ്ട്. അതേപോലെ പരിസ്ഥിതി ക്ഷേമ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമുക്കൊരു ബയോ ഷീൽഡിംഗ് പദ്ധതികളുണ്ട്. മത്സ്യത്തൊഴിലാളികൾ അടിയന്തര സാഹചര്യങ്ങളിൽ അവർക്ക് ഒന്ന് മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്കൊരു ഷെൽട്ടർ നിർമ്മാണമുണ്ട്. അത്തരത്തിൽ വിപുലങ്ങളായ പദ്ധതികളിലൂടെ ഈ ഒരു ചാലിയം മത്സ്യഗ്രാമത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വിതരണം ചെയ്യുന്ന നമ്മളെ കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ രമേഷ് സാറുണ്ട്. സാറ് ബാക്കി നമുക്ക് പബ്ലിക്കിനൊന്ന് മനസ്സിലാവാൻ വേണ്ടി. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ കേരളത്തിലെ 9 മത്സ്യ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നവീനമായ നിരവധി പദ്ധതികൾ ഇപ്പോൾ ചെയ്തു വരികയാണ്. ഇന്റഗ്രേറ്റഡ് മോഡേൺ ഫിഷിംഗ് കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് എന്ന പദ്ധതിയുടെ കീഴിലാണ് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത്. ഇതിന് നിർവഹണ ചുമതല തീരദേശ വികസന കോർപ്പറേഷനാണ്. ഇപ്പോൾ ചാലിയത്ത് 50 സ്കൂട്ടറുകളും 100 ഐസ് ബോക്സുകളുമാണ് വിതരണം ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 100% സബ്സിഡിയോട് കൂടിയാണ് നൽകുന്നത്. 5,000 രൂപ വില വരുന്ന ഐസ് ബോക്സും 1,50,000 മേൽ വില വരുന്ന ഈ സ്കൂട്ടറുകളും തീർത്തും സൗജന്യമായി വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ സവിശേഷത.